യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ജനങ്ങളുടെ ഒരു മാൻഡേറ്റുള്ള സർക്കാരല്ല. നരേന്ദ്രമോദി സർക്കാർ ഒരു മാനിപ്പുലേറ്റഡ് സർക്കാരാണ്, ഒരു കൃത്രിമ സർക്കാരാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇനി നമുക്ക് ഇവിടെ വന്നാൽ കേരളത്തിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് 24 ലക്ഷത്തിൽ പരം ആളുകളെ ഈ SIR മുഖേന വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രത്തോളം സംഘടനാ സംവിധാനം, ഇത്രത്തോളം ബൂത്തിലൊക്കെ ഇറങ്ങാൻ അത്രത്തോളം പ്രവർത്തകർ ഓരോ രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാകുമ്പോൾ പോലും ഇവിടെ പോലും ഇങ്ങനെ ഉണ്ട് എന്ന് കേൾക്കും. ഇത്രയും വലിയൊരു അംഗങ്ങൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോയെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാവരും ഞെട്ടിയിരിക്കുകയാണ്. അവിടെ ഞാനിപ്പോൾ ഇരിക്കുന്നത് പാലക്കാട്. അപ്പോൾ പാലക്കാട് മാത്രം നമുക്ക് എടുത്തു പറയാം. പാലക്കാട് ഇപ്പോൾ ഇവിടെ 2 പ്രദേശങ്ങൾ വളരെയേറെ BJPക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മറ്റൊരു രാഷ്ട്രീയ പാർട്ടികൾക്കും അവിടേക്ക് എൻട്രി ഇല്ലാത്ത സ്ഥലമാണ് മൂത്താന്തറയും അതുപോലെ വടക്കന്തറയും. അവിടുത്തെ ഒരു സാഹചര്യങ്ങൾ എടുത്തു നോക്കൂ. ഞാൻ പറയുന്നത് മീഡിയ വൺ തന്നെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ബൂത്ത്, ഞാൻ പാലക്കാട് ജില്ലയിലെ തന്നെ തൃത്താല അസംബ്ലിയിലെ 63ാമത്തെ ബൂത്തിലൊരു വോട്ടറാണ്. എൻ്റെ SIR പ്രകാരം എൻ്റെ ബൂത്തിൽ 73 വോട്ടുകളാണ് ഇപ്പോൾ നീക്കം ചെയ്തിട്ടുള്ളത്. ആ 73 വോട്ടിൽ ഭൂരിപക്ഷവും ഡെത്താണ്, അതുപോലെ തന്നെ ഷിഫ്റ്റഡ് ആണ്, മറ്റു ഏതെങ്കിലും ഭാഗത്ത് വോട്ടുള്ളവരാണ്. എന്നാൽ പാലക്കാട് ഈ വടക്കന്തറയിലെ ഒരു ബൂത്തിൽ 425 പേരെയാണ് SIRൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത്. എന്താണ് റീസൺ പറയുന്നത്? അവിടെയാണ് അൺട്രേസബിൾ ആണ്, അവരെ കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോൾ കണ്ടെത്താൻ കഴിയാൻ ഇങ്ങനെ ആളുകളില്ല. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മാത്രമാണ് ഈ ആളുകൾ വോട്ടർ പട്ടികയിൽ വരുന്നതും വോട്ട് ചെയ്യുന്നതും. ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ തന്നെ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ പാലക്കാട് 36ാമത്തെ ബൂത്തിൽ സീരിയൽ നമ്പർ 27, 79, 87 ഇവരിപ്പോൾ ഓൾറെഡി അൺട്രേസബിളാണുള്ളത്. പക്ഷേ ഇവർ ഈ കഴിഞ്ഞ നിയമസഭ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല, പാലക്കാട് ഒരു ഉന്നതനായ BJP നേതാവിൻ്റെ ഫ്ലാറ്റിൽ 50 പേരെ അനധികൃതമായ 50 വോട്ടുകൾ അവിടെ ചേർത്തിട്ടുണ്ട്. ഞങ്ങളത് പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിന്മേൽ നടപടികളില്ല. അപ്പോൾ പാലക്കാട് വടക്കന്തറയിലും മൂത്തന്തറയിലും ഇപ്പോൾ നേരത്തെ ഇവിടെ ഷാബു പ്രസാദ് പറഞ്ഞു, ആരുടെ വോട്ട് നമുക്ക് നിർവചിക്കാൻ കഴിയുമോ, നമുക്ക് കണ്ടെത്താൻ കഴിയുമോ ചോദിക്കും. നിങ്ങൾ വടക്കന്തറയിലേക്ക് വരണം, നിങ്ങൾ മൂത്താന്തറയിലേക്ക് വരണം. അവിടെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ആളുകൾക്ക് മാത്രമല്ല, മാധ്യമങ്ങൾക്ക് പോലും വിലക്കാണ്. അങ്ങോട്ട് വരാൻ പാടില്ല, അകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല. 1000-ൽ പരം വോട്ടുകൾ ഇപ്രാവശ്യത്തെ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഭൂരിപക്ഷമുള്ള വാർഡുകളാണ് BJPക്ക്. അപ്പോൾ അവിടെ മാത്രം എങ്ങനെയാണ് ഈ 400-ഉം അല്ലെങ്കിൽ 600-ഉം വോട്ടുകൾ അജ്ഞാതരായി മാറുന്നത്? അതറിയണ്ടേ? ഒരു BJP നേതാവിൻ്റെ ഒരു ബൂത്ത്, ഉന്നതനായ BJP നേതാവിൻ്റെ ഒരു ബൂത്ത്, 25ാമത്തെ ബൂത്ത്, ഞാനതിന് കണക്കെടുത്തതാണ്. അവിടെ 288 വോട്ട് ഈ വോട്ടർ പട്ടികയിൽ പേരില്ല. ആ 288-ൽ 215 പേരും അൺട്രേസബിളാണ്, കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അജ്ഞാതരാണ്. അപ്പം ഇവരുടെ നേതാക്കന്മാർ, ഇപ്പം ഞങ്ങളിതാ കൂടുതൽ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ശക്തമായി തന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുള്ളത്. നമുക്ക് മറ്റിടങ്ങളിലേക്കൊന്നും നോക്കണ്ട, പാലക്കാടേക്ക് വരാം. പാലക്കാട് ഇപ്പോൾ ഫറൂഖ് പറഞ്ഞതുപോലെ വടക്കന്തറ, മൂത്താന്തറ BJPയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. അതിൽ താങ്കൾക്ക് സംശയമൊന്നുമില്ല. അതിൽ ചില ബൂത്തിലെ ചെറിയ വിവരങ്ങൾ, ചില കണക്കുകളാണ്. വടക്കന്തറ GUP സ്കൂളിലെ ബൂത്ത് നമ്പർ 63, അവിടെ ഒഴിവാക്കിയത് 470 വോട്ടർമാരെ. അതിൽ അജ്ഞാതർ 305 പേരാണ്. ഇനി ബൂത്ത് 56 നോക്കിയാൽ 248 പേരെ ഒഴിവാക്കി, 156 പേർ അതിൽ അജ്ഞാതർ. ആരാണ് ഈ അജ്ഞാതർ? ഇവരെവിടെ പോയി? അതല്ലേ ഇപ്പം ഈ പറഞ്ഞ ബൂത്തുകളെല്ലാം, ഈ പറഞ്ഞ മണ്ഡലങ്ങളെല്ലാം ഈ പറഞ്ഞതുപോലെ BJPയുടെ ശക്തി കേന്ദ്രങ്ങളാണ് എന്ന് പറയുന്നത്. BJPക്ക് പൊതുവെ കുറച്ച് കൂടുതൽ പിന്തുണയുള്ള സ്ഥലങ്ങളാണ്. അവിടെ ഈ രീതിയിൽ ഇങ്ങനെ നടന്നിട്ട് ഇത്രയും പേരെ ഒഴിവാക്കിയപ്പോൾ BJPക്ക് ഒരാശങ്കയും അതിൻ്റെ അകത്തില്ല എന്നുള്ളത് നിങ്ങളെ അത്ഭുതപ്പെടുത്തത്തില്ലേ? അത് ഒന്ന് ആലോചിച്ചു. ഇതിൻ്റെ അകത്ത് ഏറ്റവും അധികം ഭയപ്പെടേണ്ടത് സത്യത്തിൽ ഈ SIRനെ ഏറ്റവും അധികം, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളുടെ നിലപാടനുസരിച്ച് ഈ SIRനെ ഏറ്റവും അധികം ഭയപ്പെടേണ്ടതും അത് വേണ്ട 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 എന്ന് ശക്തമായി വാദിക്കേണ്ട ഒരു പാർട്ടി BJP ആയിരുന്നു, അല്ലേ? നോക്ക്, നിങ്ങളുടെ ഈ കണ്ടെത്തൽ പ്രകാരം ഏറ്റവും അധികം ക്ഷീണം സംഭവിച്ചിരിക്കുന്നത് BJPക്കാണ്. പക്ഷെ BJPക്ക് അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. പ്രശ്നം വന്നിരിക്കുന്ന മുഴുവനും CPM-നും കോൺഗ്രസിനുമാണ്, മീഡിയ മുന്നിലുമാണ്. അതാണ് ഇതിൻ്റെ അകത്തെ വിരോധാഭാസം എന്ന് പറയുന്നത്. നോക്കൂ,
ഇനി വേറൊരു കാര്യമുണ്ട്. ഈ ലിസ്റ്റ് ഇപ്പൊ ഒഴിവാക്കപ്പെട്ടവരുടെ ലിസ്റ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടേ ഉള്ളൂ. ഇനിയും 2 മാസത്തോളം ഇതിന്റെ ഹിയറിങ്ങിന് സമയമുണ്ട്, ഇതിന്റെ കറക്ഷന് സമയമുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് പ്രോസസ്സ് കഴിഞ്ഞ് ഫെബ്രുവരി 16 ആണെന്ന് തോന്നുന്നു ഫൈനൽ ലിസ്റ്റ് വരുന്നത്. ഇപ്പൊ നിങ്ങളുടെ ഈ ആശങ്കയും ഈ ബഹളവും കണ്ടു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു, പരിപാടി ആശങ്കയല്ല ശ്രീ ഷാബു പ്രസാദ്, വലിയ രീതിയിലുള്ള മാനിപ്പുലേഷൻ വോട്ടർ പട്ടികയിൽ നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ്. ഇത്രയധികം അജ്ഞാതമായ വോട്ടർമാർ എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുന്നത്? നിങ്ങൾ മിണ്ടാത്തത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കള്ളക്കളി പുറത്തു വരുമെന്നതുകൊണ്ടല്ലേ?